ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ട്രൈ ആൻഡ് ടേസ്റ്റി ഫുഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു 6 നമ്പറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇതിപ്പോൾ ഞാനിവിടെ മൈദ ഉപയോഗിച്ചിട്ടാണ് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണെന്നൊന്ന് നോക്കാം. ഞാനിപ്പോൾ 1 കപ്പ് അളവിലാണ് മൈദ എടുത്തിരിക്കുന്നത്. മൈദ ആദ്യം തന്നെ നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഇപ്പോൾ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നമ്മൾ 6 നമ്പറിന് ചെറിയൊരു കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണേ. പിന്നെ നമ്മുടെ കയ്യിൽ എള്ള് ഉണ്ടെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ അളവ് വരെ എള്ളൊന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ചെറിയൊരു അളവിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ അളവിലാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഈ മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് കട്ടയായിട്ടിരിക്കാണ്ടിരിക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇതേപോലെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഞാനിതിലേക്ക് ചെറിയൊരളവിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. വെളിച്ചെണ്ണയ്ക്ക് പകരമായിട്ട് സൺഫ്ലവർ ഓയിലോ നെയ്യോ വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. ഇനി എണ്ണയൊന്ന് നമുക്ക് ചെറിയ രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കത് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഞാനിത് ടേബിൾ സ്പൂണിൽ വെള്ളം എടുത്തിരിക്കുന്നത് ഇതിൻ്റെ കറക്റ്റ് അളവ് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമുക്കിത് കുഴച്ചെടുത്തിട്ട് ഞാൻ ലാസ്റ്റ് പറയാം എത്രത്തോളം വെള്ളമാണ് ഇതിലേക്ക് ആവശ്യമായിട്ട് വന്നെന്നുള്ളത്. ആദ്യം തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കൂലേ, ആ ഒരു രീതിയിൽ കുഴച്ചെടുത്താൽ മതി കേട്ടോ. ഇതൊന്ന് നമുക്ക് പരത്തിയെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് അതൊന്ന് ചെറിയൊരളവിൽ ആദ്യം വെള്ളം ഒഴിച്ചിട്ട് ഒത്തിരി വെള്ളം അങ്ങ് കൂടി പോകരുത് കേട്ടോ. ഞാനിപ്പോൾ കുഴച്ചെടുത്തിട്ടുണ്ട്. എനിക്കിപ്പോൾ ഒരു 7.5 ടേബിൾ സ്പൂൺ അളവിലാണ് കേട്ടോ വെള്ളം ആവശ്യമായിട്ട് വന്നത്. പിന്നെ ഇത് ഈ രീതിയിൽ തന്നെ നമുക്കൊരു 10 മിനിറ്റോളം ഇതൊന്ന് കുഴച്ചിട്ട് നമ്മുടെ മാവില്ലേ അതൊന്ന് മയപ്പെടുത്തിയെടുക്കണം കേട്ടോ. ഇപ്പോൾ കുഴച്ചെടുത്ത മാവിന് നല്ലൊരു മയം വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് ഉരുളകളാക്കി എടുക്കാം. ഞാനിപ്പോൾ ഒരു 4 ഉരുളയാണ് ഇതിൽ നിന്ന് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. ഇനി ഒരു കൗണ്ടർ ടോപ്പിൽ നമുക്ക് കുറച്ച് മൈദയൊന്ന് ഇതേപോലെ ഒന്ന് വിതറി കൊടുക്കണം. എന്നിട്ട് ഓരോ ഉരുള എടുത്തിട്ടൊന്ന് കനം കുറച്ചിട്ട് പരത്തിയെടുക്കാം. പിന്നെ പരത്തുമ്പോഴത്തേക്കും ഒട്ടിപ്പിടിക്കുകയെന്നുണ്ടെങ്കിൽ കുറച്ച് മൈദയൊന്ന് തൂളി കൊടുത്താൽ മതിയേ. എന്നിട്ട് ഇതൊന്ന് പരത്തിയെടുക്കാം. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഒരു സൈഡിൽ നിന്ന് ചെറിയൊരു വീതിക്ക് ഇതൊന്ന് കട്ട് ചെയ്യാം. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ക്രോസ് ആയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരു ഡയമണ്ട് ഷേപ്പ് കിട്ടുന്ന ആ ഒരു രീതിയിൽ കട്ട് ചെയ്താൽ മതിയേ. പിന്നെ ഇതിൻ്റെ സൈഡിലൊക്കെ ചെറിയ പീസുകളായിട്ടിട്ട് അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഒന്ന് കുഴച്ചിട്ട് ഇതേപോലെ തന്നെ ഒന്ന് ഡയമണ്ട് ഷേപ്പ് കിട്ടുന്ന ആ രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ഒന്ന് വറുത്തെടുത്താൽ മതി കേട്ടോ. പിന്നെ നമ്മളിത് പരുത്തുപൊടിയൊക്കെ ഉപയോഗിച്ച് പരത്തിയെടുത്തിരിക്കുന്നത് കൊണ്ട് ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല. എങ്കിലും ഒരുപാട് നേരം ഇതേപോലെ മേലെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടിപ്പിടിക്കും കേട്ടോ. ഇനി ഈ രീതിയിൽ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഒന്ന് പരത്തിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാനുള്ള എണ്ണ ഞാൻ നല്ലതുപോലെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ നമ്മൾ കട്ട് ചെയ്ത പീസ് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും എണ്ണയ്ക്ക് നല്ലൊരു ചൂടുണ്ടാവണേ. ഈ പീസ് ഇട്ട് കൊടുത്ത ഉടനെ തന്നെ ഇതിൻ്റെ ഫ്ലെയിം കുറച്ച് കൊടുക്കുകയും കൂടി ചെയ്യണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കളറൊക്കെ പെട്ടെന്ന് എന്നെങ്കിലും ചേഞ്ച് ആവുകയും ചെയ്യും. എന്നാൽ ഇതൊട്ട് വെന്തിട്ടുണ്ടാവില്ല കേട്ടോ. പിന്നീട് നമ്മൾ രണ്ടാമത് ഇട്ട് കൊടുക്കല്ലേ, അന്നേരത്തേക്കും വീണ്ടും ഒന്ന് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് കൊടുത്തിട്ട് എണ്ണ നല്ലതുപോലെ ചൂടായതിന് ശേഷം വേണം കേട്ടോ പീസുകൾ ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ആ രീതിയിൽ തന്നെ മുഴുവനായിട്ടൊന്ന് വറുത്തെടുത്താൽ മതി. ആദ്യം നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത് നല്ലതുപോലെ നമുക്കൊന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് എണ്ണയിൽ നിന്ന് കോരിയെടുത്തിട്ട് ഈ രീതിയിൽ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഒന്ന് തയ്യാറാക്കി എടുക്കാം. ആറാം നമ്പറൊക്കെ മുഴുവനായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിന് ചെറിയൊരു മധുരം കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ അളവിലാണ് പഞ്ചസാര എടുത്തിരിക്കുന്നത്. ചെറിയ രീതിയിലാണ് മധുരം ഞാൻ ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര എടുത്തിട്ട് 1.5 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ പഞ്ചസാര എടുക്കുന്നതിൻ്റെ പകുതി ഭാഗമാണ് കേട്ടോ വെള്ളം ചേർത്ത് കൊടുക്കാൻ. എന്നിട്ട് ഇതൊന്ന് നല്ലതുപോലെ നമുക്ക് ഉരുക്കിയെടുക്കാം. ഇനി നമ്മുടെ 6 നമ്പറിന് ചെറിയൊരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചും കൂടി ചേർത്ത് കൊടുക്കണേ. അതിനുശേഷം ഇത് നല്ലതുപോലെ നമുക്ക് ഉരുക്കിയെടുക്കണം. ഒരു നൂൽ പരുവത്തിൽ നിന്നും കുറച്ചും കൂടി കട്ടിയിൽ വേണം കേട്ടോ ഇതൊന്ന് ഉരുക്കിയെടുക്കാൻ. നമ്മൾ 6 നമ്പറിലേക്ക് ഇത് പഞ്ചസാര ലൈനി ഒന്ന് കോരി ഒഴിക്കുമ്പോൾ തന്നെ അതങ്ങ് കട്ടയാവണം. ഒട്ടും തന്നെ ഒഴുകി പോകാത്ത രീതിയിൽ അതിലങ്ങ് പറ്റിയിരിക്കണം കേട്ടോ. ആ ഒരു രീതിയിലൊന്ന് ഉരുക്കിയെടുക്കുക. സാധാരണ 6 നമ്പറിലൊക്കെ നല്ലതുപോലെ പഞ്ചസാര ഇങ്ങനെ കട്ട കുത്തിയിരിക്കുന്നതായിട്ട് ഉണ്ടാവാറ്. അപ്പോൾ ആ രീതിയിലാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ഒരു 1/2 കപ്പ് അളവിൽ പഞ്ചസാരയും 1/4 കപ്പ് അളവിലും വെള്ളം എടുത്തിട്ട് വേണം കേട്ടോ ഇതൊന്ന് ഉരുക്കിയെടുക്കാൻ. എന്നിട്ട് കുറച്ചും കൂടി വാവട്ടമുള്ളൊരു വലിയ പാത്രത്തിലോട്ട് ഉരുക്കിയെടുത്തിട്ട് നമ്മൾ തയ്യാറാക്കി എടുത്തിരിക്കുന്ന 6 നമ്പറില്ലേ അതിലേക്ക് ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താലും മതി. അല്ലാന്നുണ്ടെങ്കിൽ ഒരു താലത്തിൽ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒരു താലത്തിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് പഞ്ചസാര ലായനി ഒന്ന് കോരി ഒഴിച്ചിട്ടൊന്ന് കുടഞ്ഞെടുത്താലും മതിയേ.
ഞാനിപ്പോൾ ചെറിയൊരളവിൽ പഞ്ചസാര ഉരുക്കിയെടുത്തത് കൊണ്ടാണ് കേട്ടോ ഇതേപോലെ ഒന്ന് കൈകൊണ്ടൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിരിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ കൈകൊണ്ടൊന്നും തുടരുത് കേട്ടോ, കൈയൊക്കെ പൊള്ളിപ്പോവും. അപ്പോൾ കുറച്ചും കൂടി വലിയൊരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ ഫ്രണ്ട്സ്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണ കാര്യം മറന്നു പോകണ്ട കേട്ടോ. അങ്ങനെ നമ്മുടെ വളരെ ക്രിസ്പി ആയിട്ടുള്ള 6-ാം നമ്പർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് നിങ്ങൾക്ക് പൊട്ടിച്ച് കാണിച്ചു തരാം. കണ്ടില്ലേ? അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയിപ്പോൾ നമുക്ക് വ്യത്യസ്ത രുചികരമായിട്ടുള്ള പുതിയൊരു വീഡിയോയിൽ കാണാം കേട്ടോ. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.